പ്രസംഗിക്കണമെങ്കിൽ ജിന്ന് വേണം, സമ്മേളനം നടത്തണമെങ്കിൽ ജിന്ന് വേണം, പ്രസംഗിക്കണമെങ്കിൽ ജിന്ന് വേണം, സമ്മേളനം നടത്തണമെങ്കിൽ ജിന്ന് വേണം, അന്തി ഉറങ്ങണമെങ്കിൽ ജിന്ന് വേണം. ജിന്നില്ലാതെ അവരില്ല. ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു സമൂഹമായി നമ്മുടെ സഹോദരങ്ങൾ അഥവാ നമുക്കിടയിലുള്ള മടവൂരികൾ മാറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ എതിരാളികൾ തൗഹീദിന്റെ ഭാഗം സ്വീകരിക്കുമ്പോ മറുഭാഗത്ത് വലിയ തൗഹീദിന്റെ വാഹകരായ ആളുകൾ തൗഹീദി രംഗത്ത് നിന്ന് പുറത്തു പോവുകയാണ്. അത് കേരളത്തിൽ മാത്രം കാണുന്ന പ്രതിഭാസമല്ല. അങ്ങകലെ തൗഹീദിന്റെ ഈറ്റില്ലമായ സൗദി അറേബ്യയിൽ പോലും, മക്കയിൽ പോലും, അതുപോലെ തന്നെ മദീനത്ത് പോലും ആ ദുരന്തം നമ്മൾ കാണുകയാണ്. ഒരു ഭാഗത്തെ തൗഹീദിന്റെ വിശുദ്ധമായ അലയൊലികൾ നമ്മുടെ എതിരാളികൾ സ്വീകരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണത്തിൽ പതറിപ്പോയ ഒരു സംഘം ആളുകൾ അവർ ഈ തൗഹീദിൽ നിന്ന് പോകുന്ന രംഗം കാണുകയാണ്. അവരൊരിക്കലും സമസ്തക്കാരല്ല. നേരെ മറിച്ച് ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയ അതേ ബഹുമാനനായ പണ്ഡിതൻ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. അതെ, എൻ്റെ കൂട്ടുകാരൻ അദ്ദേഹം എൻ്റെ കൂടെ പഠിച്ചയാളാണെന്ന് മാത്രമല്ല വകാന സലഫിയൻ ജിദ്ദൻ, അദ്ദേഹം ശക്തനായ സലഫിയായിരുന്നു. വകാന യുദരിസു ഫിൽ മസ്ജിദിൻ നബവി, പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് ദർസ് നടത്തിയ ആളായിരുന്നു. വല്ലാഹി അത്തറഫി കതീർ മിനശ് ശബാബി സൂഫിയത്തി ഫിൽ മദീന, മദീന എന്ന ഈ പ്രദേശത്ത് കടന്നു വരുന്ന സൂഫി ചിന്തയുള്ള ആളുകളിൽ ഒരുപാട് പരിവർത്തനം വരുത്തിയ പണ്ഡിതനായിരുന്നു. ഒരുപാട് മറ്റുള്ള ആളുകൾ, ദീനില്ലാത്ത ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയ വലിയ സലഫിയായ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പിന്നെ ശൈത്താൻ കടന്നു ചെന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ജിന്നുവാദം സ്വീകരിച്ചു പോവുകയാണ്. ജിന്നുകളോ ഇറക്കുവാനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചികിത്സകളുമായി രംഗത്തിറങ്ങി പോവുകയാണ്. അങ്ങനെ മദീനത്തെ പള്ളിയിൽ സലഫിയായിരുന്ന ആള് ശിർക്കിലേക്ക് കൂപ്പുകുത്തുകയാണ്, കുഫറിലേക്ക് കൂപ്പുകുത്തുകയാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയാണ്. ഈ ദുരന്തം നമ്മൾ നമ്മുടെ നാട്ടിലും കാണുകയാണ്. പ്രസംഗിക്കണമെങ്കിൽ ജിന്ന് വേണം, സമ്മേളനം നടത്തണമെങ്കിൽ ജിന്ന് വേണം, പ്രസംഗിക്കണമെങ്കിൽ ജിന്ന് വേണം, സമ്മേളനം നടത്തണമെങ്കിൽ ജിന്ന് വേണം, അന്തി ഉറങ്ങണമെങ്കിൽ ജിന്ന് വേണം. ജിന്നില്ലാതെ അവരില്ല. ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു സമൂഹമായി നമ്മുടെ സഹോദരങ്ങൾ അഥവാ നമുക്കിടയിലുള്ള മടവൂരികൾ മാറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഹനീഫ് വമ്പിച്ച തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയ കാര്യം എന്താ? റുഖിയ ശറിയയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അതിൽ നമുക്കുള്ള ഏറ്റവും വലിയ സങ്കടം എന്താ അറിയാം? ഏതോ ദുനിയാവിൽ നടക്കുന്ന മുഴുവൻ പാപങ്ങളും നമ്മളെ തലയിൽ ഇവർ വെച്ചു കെട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിതാപകരമായ കാര്യം. ഏത് ഇറാനിൽ നടക്കുന്ന ഒരു സംഗതി, ആരോ ചെയ്ത സംഗതി നെറ്റിന്നെടുത്തിട്ടിടുകയാണ്. ഇതാണ് കേരളത്തിൽ നടക്കണെന്ന് പറയാം. സത്യത്തിൽ കേരളത്തിൽ അതാ നടക്കണമെങ്കിൽ ആ കേരളത്തിൽ നടക്കണ ക്ലിപ്പിംഗ് അല്ല എന്ത്? നിങ്ങൾ പോയതിന്റെ ബുദ്ധി കൊടുത്ത് ആലോചിച്ചു നോക്കേ. കേരളത്തിൽ ഇതാ നടക്കണെന്ന് പറഞ്ഞാൽ പിന്നെ ഇറാനിലെ ക്ലിപ്പിംഗ് ഇടണോ? കേരളത്തിൽ ഇട്ടാ പോരെ? കേരളത്തിൽ ഇങ്ങനെ ഒരു ചികിത്സ എടുക്കുന്നുണ്ട്, പെണ്ണിനെ കെട്ടിപ്പിടിച്ചുള്ള ചികിത്സ എടുക്കുന്നുണ്ട് എന്നാണ് അനസ് പറയുന്നത്. ഉണ്ടെങ്കിൽ അനസയെ തെറ്റ മോനെ ചെയ്യാൻ പാടില്ല. ഇവിടെ ആരും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ആദ്യം കേൾക്കാൻ പോകുന്നത് കേരളം മുഴുവനും ഒരുപക്ഷെ നന്ദിയില് ഹനീഫ് കായിട്ടുണ്ടാവും ആ ക്ലിപ്പിംഗ്. പല ആളുകളും ഇറാനിൽ എവിടെയോ നടക്കുന്ന ആരോ ജിന്ന് ചികിത്സ നടത്തുന്നു പറഞ്ഞിട്ട് അതാ ഇവിടെ നടക്കണേന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വിവേകമുള്ള ആരെങ്കിലും വിശ്വസിക്കുകയോ? അങ്ങനെ ഒരു ക്ലിപ്പിംഗ് ഇട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഇവരുടെ. ആ ക്ലിപ്പിംഗ് നിങ്ങൾ തുടക്കത്തിലൊന്ന് കണ്ടോളൂ. فأحيا به الأرض بعد موتها. حد يمسكها. فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر. അല്ല താത്തയെ പിടിച്ചിരിക്കണേ, ഇതിപ്പോ റുഖിയ ശറയ്യ. കാരണം ജിന്നു കൂടുതൽ മാർക്കാണ് താത്താമാർക്കാ, പ്രത്യേകിച്ച് ഭർത്താവ് നാട്ടിലില്ലെങ്കിൽ. മനസ്സിലാക്കണം. അപ്പൊ ജിന്നു കൂടും. ഈ രൂപത്തിൽ മാന്യ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഇവർ പറയുന്ന ഈ ചികിത്സാവിധി, ഈ രൂപത്തിലെ ചികിത്സാവിധി ഇസ്ലാമിലുള്ളതല്ല. ഇതൊന്നും ഇസ്ലാമികല്ല. ഈ രൂപത്തിലെ ചികിത്സാവിധി ഇസ്ലാമികമായും തെറ്റാണ്, ഇന്ത്യൻ നിയമപ്രകാരം തെറ്റാണ്. 1969 ഉള്ള ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ആക്ട് പ്രകാരം തെറ്റാണ്. ഇന്ത്യൻ നിയമപ്രകാരം പിടിച്ചു അകത്തിടാം. എന്നിട്ട് ഈ ചികിത്സ ഇവിടെ നടപ്പാക്കണമെന്നാണ്. അല്ലാതെ ഖുർആൻ എല്ലാവരും ഓതുന്നതാണ്. എല്ലാവരും കിടക്കണ മുമ്പ് ഫാത്തിഹയും അതുപോലെ തന്നെ ഇഖ്ലാസും മുഅവ്വദത്തേനൊക്കെ ഓതി തടവൊക്കെ ചെയ്യണം. ഇതൊക്കെ മന്ത്ര. ഇതല്ലാത്തൊരു മന്ത്രം ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു, അതിന് കേന്ദ്രമുണ്ടാക്കണമെന്ന് പറഞ്ഞു അല്ലേ? ഈ കോലത്തിൽ മന്ത്രിക്കുന്ന ആളുകൾ ഇത്താത്തയെ മന്ത്രിക്കാം. അതുപോലെ തന്നെ ഈ സ്ത്രീകളടക്കുന്ന ആളുകളെ ഇവരെന്തിരിക്കുക മന്ത്രിക്കുക. സഹോദരങ്ങളെ, ഗുരുതരമായ ഒരു ആരോപണമാണ് അനസ് പറയുന്നത്. പരലോക ബോധമുള്ള ആരും അത് പറയില്ല. ഈ ചികിത്സകൾ കണ്ടോ?
ഒരു പെണ്ണിനെ 3 ആണുങ്ങള് റുഖിയ ശറിയ ചെയ്യുന്ന രംഗാണ് ഇറാനിൽ നടന്ന ഇറാൻ ഏതാ? ഇസ്ലാമുമായി വല്ല ബന്ധമുണ്ടോ ആ നാട്ടിലെ മനുഷ്യന്മാർക്ക്? ഇസ്ലാമുമായി പക്കാ കുബൂരികൾ ചികിത്സിക്കുന്ന ഹറാമിന്റെ ചികിത്സ ചെയ്യുന്ന ആ ആളുകൾ ചെയ്ത ക്ലിപ്പിംഗ് ഇട്ടിട്ട് പറയാണ് ഇതിവിടെ നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നു ആത്മാർത്ഥതയുള്ള KNMകാരോട്, ഞാൻ ചോദിക്കുന്നു KJUക്കാരോട്, ഈ ചികിത്സ ഇങ്ങനെ ചികിത്സ നടത്തുന്ന പറയുന്ന മുജാഹിദാര നിങ്ങളൊന്ന് ഞങ്ങൾക്ക് കാണിച്ചിരി, ഞങ്ങളും നിങ്ങളോടൊപ്പം നിൽക്കാന്ന് ഞങ്ങൾ പറയുന്നത്. ഈ ചികിത്സ ഇപ്പൊ അനസ് മൗലവി ഇട്ട ഈ രൂപത്തിലൊരു ചികിത്സ ഇവിടെ ആരാ ചെയ്യുന്നത്? ആരാ അവിടെ ചെയ്യാൻ പറഞ്ഞത്? അന്യസ്ത്രീയെ തൊടാൻ പാടുണ്ടോ? ഇനി ആ ചികിത്സ ചെയ്യുന്നത് അവളുടെ ഭർത്താവാണോ? നമുക്കറിയില്ല. അവളുടെ ആങ്ങളെയാണോ? നമുക്കറിയില്ല. നമ്മൾ എങ്ങനെ എവിടെയോ നടന്നൊരു കാര്യം ഇറാനിൽ നടക്കുന്നുണ്ടെന്നാണോ കേരളത്തിൽ അനസെ പറയേണ്ടത്? ഹനീഫ് ഖാൻ നിങ്ങൾക്ക് എന്താ പറയലോ? അനസിന്റെ കാര്യം പോട്ടെ, അതില്ല എന്നുള്ള എല്ലാവർക്കും പണ്ടേ അറിയാവുന്നതാണ്. പക്ഷെ ഹനീഫ് ഖാൻ നിങ്ങൾ എങ്ങനെയാണോ ഇറാനിൽ നടക്കുന്ന ഒരു ചികിത്സ ഇവിടെ നടത്തുന്ന ആരാ പറഞ്ഞത്? ഇവിടെ ഇസ്ലാമിലൊരു ചികിത്സ ഉണ്ട്, ഇസ്ലാമിലൊരു ചികിത്സയുണ്ട്. അതാ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്നത് റുഖിയ ശിർക്കിയ ഇവിടെ ഉണ്ട്, അത് പാടില്ല. റുഖിയ ശറഇയ്യ ഇവിടെ ഉണ്ട്, അതാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പറയുന്നത്. അതാണ് റുഖിയ ശറഇയ്യ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ജിന്ന് ബാധ ഉണ്ട് എന്ന് KNM പറയുന്നു. ജിന്ന് ബാധിക്കുന്ന KNM പറയുന്നു. ജിന്ന് ശാരീരികമായി ഉപദ്രവം ഉണ്ടാക്കുന്നു പറയുന്നു. ജിന്ന് ശാരീരികമായി ഉപദ്രവം ഉണ്ടാക്കുമെന്ന് പറയുന്നു. സഹോദര, അനസ് മൗലവി പണ്ട് മടവൂരികൾ കൊടുത്തൊരു മറുപടിയുണ്ട്. ജിന്ന് മാനസികമായ പ്രശ്നം മാത്രമല്ല ഉണ്ടാക്കുക, ശാരീരികമായ പ്രശ്നം ഉണ്ടാക്കും എന്നത് തെളിവുദ്ധരിച്ച് പ്രസംഗിക്കാൻ ആര്? അനസ് മൗലവി. നിങ്ങൾ ആ ക്ലിപ്പിംഗ് ഒന്ന് കേട്ടു നോക്കൂ. ഇവരിങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് ശൈത്താൻ ദുർബോധനം നടത്താൻ മാത്രമേ കഴിയൂ. സലാം സുല്ലമി പറയുന്നുണ്ട്, മൈക്കും അതുപോലെ തന്നെ പറയണല്ലോ. അപ്പൊ അതും പറയുന്നുണ്ട് എന്ത് ദുർബോധനം വസ്വാസം ഉണ്ടാക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ശബാബ് പറയാണ് 2000 ഡിസംബറിലെ ദുർബോധനം നടത്തി മനുഷ്യന്റെ മനോഭാവം മാറ്റുക എന്നതല്ലാതെ ഭൗതിക കാര്യങ്ങളിലൊന്നും പിശാചുക്കൾക്ക് ഇടപെടാൻ കഴിയുകയില്ല എന്ന ധാരണക്ക് യാതൊരു തെളിവുമില്ല. കരുമ്പരാക്കരെ നിന്റെ വാദത്തിന് തെളിവില്ല, സുല്ലമി നിന്റെ വാദത്തിനും തെളിവില്ല എന്നാരാ പറഞ്ഞത്? സക്കരിയ സലാഹി അല്ല, ശംസുദ്ദീൻ പാലത്തല്ല, ഡോക്ടർ സുബൈർ അല്ല. നേരെ മറിച്ച് ശബാബ് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് തന്നെ ഭൗതികമായ പ്രവർത്തികൾ ജിന്നുകൾക്ക് ജിന്നുകൾ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ ഗ്രഹിക്കാൻ കഴിയുന്നത്. ശബാബ് എന്ത് സീഡിയാന്നല്ലേ. എന്നിട്ട് ഇങ്ങനെ ഫ്രീ കോപ്പി കൊടുക്കുക എല്ലാവർക്കും ഫ്രീ കോപ്പി കൊടുത്തോ ഇതുപോലെ വായിച്ചേണ്ടി വരുന്നു മാത്രം. പിന്നെന്താ നോക്കി കണ്ടോ സഹോദരങ്ങളെ? അപ്പൊ ജിന്ന് വസ്വാസ് മാത്രല്ല ശാരീരികമായ പ്രതിസന്ധികളും ഉണ്ടാക്കും എന്ന് അംഗീകരിച്ചു മടവൂരികൾ അത് പഠിപ്പിച്ച ആളാണ് ആര്? അനസ് മൗലവി. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് ശാരീരികമായ ഉപദ്രവം ഉണ്ടാക്കുമ്പോ ആ ജിന്നിനെ എങ്ങനെ പുറത്തു പോകും? അത് വളരെ പ്രധാനമാണല്ലോ. ഒരാൾ പറയണത് മൂർക്കം പാമ്പുണ്ട്, അത് കടിച്ചാൽ വിഷം ഉണ്ടാവും, ആള് മരിച്ചു പോവും. അത് കടിച്ചാൽ വിഷം കയറും, പക്ഷെ ഇറക്കാൻ പാടില്ല. എങ്ങനെ ഉണ്ടാവും? എവിടെങ്കിലും ഒരു വിശാരി പാമ്പിന്റെ വിഷർത്തിയാലോ തോന്നിയാസ ചെയ്യുന്നതെന്ന് പ്രസംഗിച്ചാലോ പിന്നെ എങ്ങനെ പാമ്പ് കടി വിഷയേറ്റവർ എങ്ങനെ ഇറക്കും? അപ്പൊ ഒരാൾ പറയണത് കേന്ദ്രം പറയണത് ജിന്ന് ബാധയുണ്ട്, ജിന്ന് ശാരീരികമായി ഉപദ്രവിക്കും, ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കും എന്ന് കേന്ദ്രം പറയാ. എന്നിട്ട് കേന്ദ്രം പറയണത് ഇറക്കുന്ന ചികിത്സയൊന്നും ഇസ്ലാമിലില്ല. ഭ്രാന്തന്റെ ഭ്രാന്ത് വരെ ജിന്ന് ബാധയായിരുന്നു എന്ന് അനസ് മൗലവി തെളിയിക്കുന്നുണ്ട്. ഹദീസ് ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. അതിനെതിരായ ഒരു ചികിത്സയും ഞങ്ങൾ ആരും ഇവിടെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അതൊന്നും കേട്ടോളൂ. എങ്ങോട്ടും അയക്കണ്ട. ആ കുട്ടിക്ക് ഖുർആൻ അള്ളാഹുവിന്റെ റസൂൽ എടുക്കുന്ന ദീൻ പഠിച്ചിട്ട് ഒരാൾ പോവാ. ഒരു മനുഷ്യനെ ചങ്ങലക്കിട്ടിരിക്കുമ്പോൾ ബുഖാരി ഉദ്ധരിക്കണ ആദ്യത ഇരുന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ പറയാൻ ഒരു മടി ഉണ്ടായിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം ആ വിഷയത്തിൽ ബുക്ക് തന്നെ ഇറക്കിയ പ്രസ്ഥാന, അതിനെയും പരീക്ഷിച്ചല്ലേ നടക്കുന്നത്. ജമിയത്തുൽ ഉലമ ഒരു പുസ്തകം തന്നെ റുഖിയ ശറഇയ്യ എന്ന പേരിൽ ഇറക്കിയതാ. ചങ്ങലക്കിട്ടിരിക്കുന്ന ഒരു ഭ്രാന്തനെ ഒരാൾ വന്നിട്ട് ചോദിച്ചാൽ ആരെങ്കിലും മന്ത്രിക്കോ? അള്ളാഹുവിന്റെ റസൂൽ എടുക്കൽ നിന്ന് ദീൻ പഠിച്ചു പോകുന്ന തൗഹീദ് ഉള്ള വ്യക്തി അങ്ങ് ചെന്നു. എന്നിട്ട് ഓതിക്കൊടുത്തു, സൂറത്തുൽ ഫാത്തിഹ അങ്ങ് ഓതിക്കൊടുത്തു. ആ ഫാത്തിഹ അങ്ങ് കേട്ടു. ആ ഭ്രാന്ത് ബാധിച്ച് ചങ്ങലയിൽ കിടക്കുന്ന മനുഷ്യന്റെ ഭ്രാന്ത് മാറിയെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ആ ഫാത്തിഹ ഓതാൻ അറിയുന്നവൻ തന്റെ കുട്ടിക്ക് ഒരു പ്രയാസമുണ്ടായി, ഓതിക്കൊടുക്കൂ. ആളുകൾ നേരെ തലതിരിഞ്ഞ മനസ്സിലാക്കാന്ന് വെച്ചാൽ കുറെ മരുന്ന് ചെയ്തു, അമൃതയെ കൊണ്ടുപോയി, ലക്ഷോറി കൊണ്ടുപോയി, പല ഹോസ്പിറ്റലും കൊണ്ടുപോയി, രോഗമൊന്നും മാറുന്നില്ല, അവസാനം ഇന്നായിരിക്കാം, അപ്പോ റുഖിയ ശറഇയ്യ നടത്തുന്ന കേന്ദ്രം നോക്കണം എന്നാ. അല്ല, എന്ത് പ്രയാസമില്ല, ആദ്യം ഓതാനാ പറഞ്ഞത്. സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്ത് മടവൂരികളും അവരോട് ചേർന്നവരും അംഗീകരിക്കുമോ? ഭ്രാന്തുള്ള ഒരുത്തന്റെ അടുത്ത് ഫാത്തിഹ ഓതി ഓനെ മാറും? ഫാത്തിഹ ഓതിയപ്പോ ഭ്രാന്ത് മാറിയപ്പോ എന്തേ മനസ്സിലാക്കേണ്ടത്? ആ ഭ്രാന്ത് ഏത് ടൈപ്പ് ഭ്രാന്താ? ഫാത്തിഹ ഓതിയാൽ മാറുന്ന ആ രോഗം ഏത് ടൈപ്പ് ഭ്രാന്താ? ബുഖാരിയിൽ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഇത് ചെയ്യാൻ ഒരു ഭ്രാന്തന്റെ അടുത്ത് എന്നിട്ട് ഫാത്തിഹ ഓതിയാ മതി എന്ന് പറഞ്ഞ ഞങ്ങളെ വിടുവോ? ബുഖാരിയിൽ അതുണ്ട് എന്ന് പറഞ്ഞ ഞങ്ങളെ വിടുവോ? അക്കലാനികളുടെ കൂടെ കൂടി നിങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നു? എത്രത്തോളം എന്ന് പറഞ്ഞാൽ അടുത്തത് അന്നൊക്കെ മടവൂരികൾക്ക് മറുപടി കൊടുത്ത പറഞ്ഞ
ഇന്ന് അതൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാം മൻസൂഖായി, എല്ലാ സ്ഥാനത്തായി. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഖുർആനില്ല, തെളിവില്ല, വേറൊന്നില്ല, ഒന്നുമില്ല. നിങ്ങൾ ആലോചിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ അടുത്ത ക്ലിപ്പിംഗ് കേട്ടോളൂ നിങ്ങൾ. നോക്കുക, അദ്ദേഹം ഈ ലേഖനത്തിലൂടെ ശൈത്താൻ മനുഷ്യനെ പിഴപ്പിക്കുന്ന പിശാച്, ആ പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. മാത്രമല്ല, ഒരു മനുഷ്യന്റെ ശരീരം, ആ ശരീരത്തിൽ പിശാച് പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. മരിച്ചുപോയ ഒരാളുടെ ഖരീൻ, ജിന്ന്, മറ്റൊരാളുടെ ശരീരത്തിൽ കൂടി സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ഡോക്ടർ ഉസ്മാൻ സാഹിബ്. എവിടെയാണ് പറഞ്ഞത്? സൽസബീലിലാണ് പറഞ്ഞത്. മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് സൽസബീലിൽ ആ ലേഖനം എഴുതി പൂർത്തിയാക്കി. ആ ലേഖനം മഹാനായ ഉമർ മൗലവി വായിച്ചു നോക്കി. ഏത് ലേഖനം? ജിന്ന്, മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ഖരീൻ, ജിന്ന് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിൽ കയറി മരിച്ചുപോയ മനുഷ്യന്റെ ശബ്ദത്തിൽ സംസാരിക്കുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ആ ലേഖനം, ഒരു മനുഷ്യനിൽ നിന്ന് അയാളുടെ ഖരീൻ, അയാളുടെ അറിവുമായി മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ലേഖനം, സൽസബീൽ എഴുതിയ ലേഖനം മഹാനായ ഉമർ മൗലവി സാഹിബ് വായിച്ചു നോക്കി. തൗഹീദിന്റെ വിളനിലമായ, തൗഹീദിന് വേണ്ടി വാദിച്ച, തൗഹീദിന് വേണ്ടി ഒറ്റയാനായി പ്രവർത്തിച്ച മഹാനായ ഉമർ മൗലവി ഈ ജിന്ന് ശൈത്താൻ എന്ന് പറയുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനം വായിച്ചു തീർന്നപ്പോ ഇതാ മഹാനായ ഉമർ മൗലവി അത് വായിച്ചിട്ട് ഇതാ അതിനെക്കുറിച്ചുള്ള ആവേശം, ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളോടുള്ള ഐക്യദാർഢ്യം ഉമർ മൗലവി ഒരു വരയിട്ടുകൊണ്ട് അതിന്റെ ചുവടെ എഴുതി ചേർത്തു. എന്താണ് എഴുതി ചേർത്തത്? ഡോക്ടർ ഉസ്മാൻ, നീ തൗഹീദിൽ നിന്ന് പിഴച്ചുപോയി. നിനക്ക് മുജാഹിദാകാൻ കഴിഞ്ഞിട്ടില്ല, നിനക്ക് തൗഹീദ് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ ഇതാ തൗഹീദിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, നീ മറുകണ്ഠം ചാടിയിരിക്കുന്നു ഉസ്മാനെ എന്നല്ല ഉമർ മൗലവി ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് പറയുന്നത്. നേരെ മറിച്ച് ഉമർ മൗലവി ആ ലേഖനത്തിന്റെ അടിയിൽ ഒരു വരകിട്ടിട്ട് എഴുതി വെക്കുകയാണ്, ലില്ലാഹി ദർറുക യാ ഉസ്മാൻ, ലില്ലാഹി ദർറുക യാ ഉസ്മാൻ. മഹാനായ ഉസ്മാൻ സാഹിബ്, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, ആ ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് ഉമർ മൗലവി ആശയപരമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് ഉമർ മൗലവി അതിന്റെ ചുവട്ടിൽ എഴുതി വെച്ചു, പിശാചില്ലെന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് അതിയായ സഹതാപം. ഒരു അറബി കവി പാടിയത് രസാവഹമായിട്ടുണ്ട്. ഞാൻ ഇബ്ലീസിന്റെ പട്ടാളത്തിൽ അംഗമായിരുന്നു, എനിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു, അങ്ങനെ ഇബ്ലീസിന്റെ പട്ടാളത്തിൽ അംഗമായി എന്ന് പണ്ട് ഒരു കവി പാടിയിട്ടുണ്ട് എന്നുകൂടി ഉമർ മൗലവി അതിന്റെ ചുവട്ടിൽ എഴുതി വെച്ചു. ഇതെന്ന് പറഞ്ഞാൽ, ഇതെന്ന് വിശദീകരിച്ചാൽ ചില ആളുകൾ പറയാണ് ജിന്ന് സേവയുടെ ആളുകൾ, മുജാഹിദ് പ്രസ്ഥാനം, ജിന്ന് സേവയുടെ ആളുകളോ, ശൈത്താൻ സേവയുടെ ആളുകള് നാട് നീളെ കാസറ്റ് പ്രചരിപ്പിക്കുന്നു. എന്തെല്ലാം ആരോപണങ്ങള്! എന്തേ മുജാഹിദ് പ്രസ്ഥാനം ഈ തരത്തിലുള്ള ഒരു ഭിന്നിപ്പിലേക്ക് വരുന്നതിന് മുമ്പ്, അതിനു മുമ്പ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എത്ര വ്യക്തമായി എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് കൂട്ടരെ? ഇപ്പത് പറഞ്ഞാൽ ജിന്ന് സേവകരാണ് എന്ന് പറയും ആര്? മടപുരികളെ വിമർശിക്കുന്നതിനെ കുറിച്ച്. എന്നാൽ ഈ അനസിന്റെ ഒരു ദുര്യോഗം എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? മഞ്ചേരിയിലെ സക്കരിയ സുലായിയുടെ ആദ്യ വിശദീകരണ യോഗം ഉണ്ടല്ലോ, ആ യോഗത്തിന് മറുപടി പറയാൻ അനസ് വന്നപ്പോ അനസ് എന്താ ഉപയോഗിച്ചെന്നറിയോ? ഹംദുൽ സലാത്തും കഴിഞ്ഞ്. അതാണ് ഭയങ്കരമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അനസ് പറഞ്ഞ് 3 SSF ഇവിടെ ഉണ്ട്. കേരളത്തിൽ 3 SSF ഉണ്ട്. എന്താ 3 SSF? 1 സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ, 2 സലാം സുല്ലമി ഫാൻസ് അസോസിയേഷൻ, 3 സക്കരിയ സുലായിയുടെ നേതൃത്വത്തിൽ ശൈത്താൻ സേവാ ഫെഡറേഷൻ. എങ്ങനെ മടപൂരികൾക്ക് മറുപടി പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ഈ ലേഖനം, ഉമർ മൗലവിയെ പ്രശംസിച്ച ലേഖനം തൗഹീദിനെതിരാണെന്നല്ല ഉമർ മൗലവി പറഞ്ഞത്. എന്ന് പറഞ്ഞ് തൗഹീദിന്റെ കാവലാളായ ഉമർ മൗലവിയെ പ്രശംസിച്ച ലേഖനത്തിന്റെ ആധികാരികത പ്രസംഗിച്ച അനസേ ഇന്ന് ഈ നന്ദിയിൽ വന്ന് ഈ ക്ലിപ്പിംഗ് ഇട്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബ് പിഴച്ചവനല്ല എന്ന് പറയാൻ നിനക്ക് സാധിക്കുമോ? എങ്ങനെ സാധിക്കില്ലേ? ആലോചിക്കണം. ഇന്ന് പറയാണെന്ത്? ഇന്ന് അനസ് പറയാണ് നമ്മൾ ശൈത്താൻ സേവയിലാണ്. അന്ന് മടപൂരികൾ പറഞ്ഞപ്പോ അനസ് പറയാണ് ഞങ്ങൾ ശൈത്താൻ സേവയിലാണ്. നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഉസ്മാൻ ഡോക്ടർ തള്ളിക്കളയാൻ കഴിയോ? ഇപ്പൊ അനസ് എവിടെയാ? മനുഷ്യർ എന്നിട്ടും ചിന്തിക്കാൻ കഴിയില്ലേ? അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ അറിയോ? എന്നിട്ടും നിങ്ങൾക്ക് KNM-ന്റെ കൂടെ അനസിന്റെ കൂടെ നിൽക്കണം തോന്നിയാൽ അല്ല പറഞ്ഞൊരായത്താണ് ക്ഷമിക്കണം. ഉലായിക്കല്ല ആമി ബൽഹും മദൽ ഉലായിക്കഹുൽ ഗാഫിലൂൻ. അർത്ഥം ഞാൻ പറയുന്നില്ല, ശുണ്ടി പിടിക്കുന്നുണ്ട്. ആയത്ത് നമ്പർ പറയാം, പിന്നെ പുറേ പോയി നോക്കിയിട്ട് നെടുവുറിപ്പിട്ടാ മതി. 7-ാം അധ്യായം 179-ാമത്തെ വചനം. അതിന്റെ അർത്ഥം ഞാൻ പറയുന്നില്ല. ഇതൊക്കെ കേട്ടിട്ടും ഈ ഒരു മുഖം അറിഞ്ഞിട്ടും എനിക്ക് KNM എന്താ പറഞ്ഞു? ആളുകൾ വിചാരിക്കും എന്താ അറിയോ? നമ്മൾ ക്ലിനിക്ക് തുടങ്ങി, എന്തോ ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കണു എന്നൊക്കെ നിലക്കാണ്. ഞാൻ അതിന് നിങ്ങൾക്ക് ഒരു കാര്യം വായിച്ചു. ഇത് കണ്ടോ? KJU അങ്ങനെ അംഗീകരിക്കല്ലോ. കേരള ജമിയത്തുൽ ഉലമയുടെ KNM-ന്റെ 21/6/2011 ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ PN അബ്ദുൽ ലത്തീഫ് മദനി, കുഞ്ഞി മുഹമ്മദ് മദനി പർപ്പൂർ എന്നിവരുടെ സാന്നിധ്യത്തിൽ
എന്തൊക്കെ വിഷയം ചർച്ച ചെയ്തു കേട്ടോളൂ. ജിന്ന് ബാധ, റുഖിയ ശർഇയ്യ എന്നിവ സംബന്ധിച്ച് മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്തവരും KNM KJയും മുമ്പാകെ സമർപ്പിക്കുന്നതിനായി അവർ ഏകകണ്ഠമായി അംഗീകരിച്ച് ഒപ്പുവെച്ച കാര്യങ്ങളും ആരൊക്കെയായാലും പങ്കെടുത്ത് അബ്ദുറഹ്മാൻ സലഫി, ആലോചിക്കണം, ഹനീഫ് കായക്കൊടി, അഹമ്മദ് അനസ് മൗലവി തുടങ്ങിയുള്ള ആളുകൾ അവരുടെ ഭാഗത്ത് നിന്ന് അല്ലേ? നിങ്ങൾ ആലോചിക്കണം. മറുഭാഗത്ത് സക്കരിയ സുലായി ഉണ്ട്, അതുപോലെ പിന്നെ ഷമീർ മദീനി ഉണ്ട്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ. ഞാൻ ചോദിക്കുന്നു, അന്നെടുത്ത തീരുമാനം ഇപ്പൊ നിങ്ങൾ അംഗീകരിക്കുന്നു? മടവൂരികളുടെ ലൈനിൽ നിങ്ങൾ ഇപ്പൊ ടോട്ടലുകൾ, നിങ്ങൾ മടവൂരികൾ തമ്മിൽ എന്താ വ്യത്യാസം? അതും നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളിപ്പോ വളരെ അനിവാര്യമായി മടവൂരികളുമായി ഏതൊക്കെ പോയിന്റിൽ നിങ്ങൾ വിയോജിക്കുന്നു നിങ്ങൾ പറയണം, പരസ്യമായി പറയണം. നാളെ നിങ്ങൾ സത്യസന്ധരാവും. എനിക്ക് കേട്ടോളൂ, എന്തായിരുന്നു അന്നത്തെ തീരുമാനം? ആ തീരുമാനം അനുസരിച്ച് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. ഞങ്ങൾക്കെതിരെ നിങ്ങൾ ആരോപിക്കുന്ന ആരോപണം മാത്രമാണ്, ഒരു തെളിവില്ല. ഇറാനിൽ നടന്നല്ല, കേരളത്തിൽ റുഖിയ ശർഇയ്യ നടക്കുന്നു എന്നുള്ളതിന് തെളിവ്. ആരെങ്കിലും എവിടെയും ചെയ്യുന്ന തെറ്റല്ല, ബാക്കിയുള്ളവരെ തലയിൽ വെച്ച് കെട്ടാൻ അത് മാനാഭിമാനമുള്ളവർ അത് പറയില്ല. മാനാഭിമാനമില്ലാത്തവർക്ക് എന്തുമാകാം, ലജ്ജയില്ലെങ്കിൽ പിന്നെ നീ എന്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ നാമഗുണവിശേഷങ്ങളെ കൊണ്ടും ഖുർആനിലും സുന്നത്തിലും സഹിയായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖിയ ശർഇയ്യ. റുഖിയ സ്വയം നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം. മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതിനും വിരോധമില്ല. ഈ അടിവരണം KNMന്റെ തീരുമാനം. റുഖിയ ശർഇയ്യ സ്വയം ചെയ്യലാണ് ഏറ്റവും ഉത്തമം, മറ്റൊരാൾ ചെയ്തു കൊടുക്കുന്നതിനും വിരോധമില്ല. റുഖിയ നിർവഹിക്കുന്ന വ്യക്തി അത് തൊഴിലായി സ്വീകരിക്കുന്നതിനോ റുഖിയ ചെയ്യുന്നവനാണ് താനെന്ന് പരസ്യപ്പെടുത്തുന്നതിനോ ദീനിൽ മാതൃകയില്ല, കൂലി നിശ്ചയിക്കുന്നതിനും ന്യായമില്ല. 2, 3 ശരിക്കും ശ്രദ്ധിച്ചോളി. ജിന്ന് ബാധയുണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റോ പ്രയാസങ്ങളോ ഉണ്ടാവാം. ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതിനോടൊപ്പം റുഖിയ ശർഇയ്യ ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കേ, റുഖിയ ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കും, അത് രോഗമുണ്ടാക്കും, അതിന് പാരസെറ്റമോൾ കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്നത് എന്താണ്? രോഗം ഉണ്ടാക്കും, ജിന്ന് ബാധ ഉണ്ട് എന്നാ, ചികിത്സിക്കാൻ പാടില്ല. പിന്നെ എന്ത് വേണോ? കാന്തപുരത്തിനടുത്ത് പറഞ്ഞ ചോനെ മുശ്രിക്കാക്കി മരിപ്പിച്ചോ. ഇവിടെ KNM ഇപ്പൊ എങ്ങോട്ടാ വിളിക്കണ അറിയോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞുതരാം. KNM ഇപ്പൊ പഠിപ്പിക്കണം എന്താ പറഞ്ഞാൽ തങ്ങന്മാരെയും ജ്യോത്സ്യന്മാരെയും എടുത്ത് പോയി കൊടിയും. ഈ അടുത്ത് ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രാദേശിക നേതാവുമായി ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വിവാദങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അതിൽ റുഖിയ ശർഇയ്യയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്ന വാദത്തിലാണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താണ്? എന്റെ മകന് ജിന്നുബാധ ഉണ്ട്. അയാൾ പറയാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയാണ്, എനിക്കറിയാം എന്റെ മോന് ജിന്നുബാധ ഉണ്ടായപ്പോ ഞാൻ പെട്ട ഒരു പാട്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ ഇസ്ലാമിക ചികിത്സ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോ എനിക്ക് കൃത്യമായി സലഫികളായ ആളുകൾ പഠിപ്പിച്ചെന്ന് ദീനിൽ റുഖിയ ശർഇയ്യ, റുഖിയ ശിർകിയ അല്ല, റുഖിയ ശർഇയ്യ ഉണ്ട്, അത് ചെയ്താൽ ആശ്വാസം കിട്ടും അള്ളാന്റെ അനുമതിയോടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ കുട്ടിക്ക് നബി പഠിപ്പിച്ച പ്രകാരം ആ ചികിത്സ ചെയ്തു. ഹറാമല്ലാത്ത തൗഹീദിൽ അധിഷ്ഠിതമായ നേരത്തെ അനുസംഗീകരിച്ച തൗഹീദുള്ള ഭ്രാന്തന ചികിത്സല്ലോ, ആ രൂപത്തിൽ ഞാൻ ചികിത്സിച്ചപ്പോൾ എന്റെ മോനെ ആ പ്രയാസം ദൂരീകരിച്ചു. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, നിങ്ങൾ എല്ലാവരും ചിന്തിക്കും. ഒരു ഉദാഹരണം, ചില ആളുകളൊക്കെ ഇത് അനുഭവിക്കുന്നുണ്ടല്ലോ. നന്നായി നിസ്കരിച്ചിരുന്ന മകൾ ഒരു സുപ്രഭാതത്തിൽ നിസ്കരിക്കണില്ല, നോമ്പോറ്റവൾ നോമ്പോൽക്കണില്ല, ഖുർആനോദിയവൾ ഖുർആനോദുന്നില്ല, അവൾക്ക് സംഗീതം ഭയങ്കര ഇഷ്ട, സിനിമ ഭയങ്കര ഇഷ്ട, എല്ലാ നല്ല കാര്യത്തിൽ നമ്മൾ വിട്ടുനിന്നു. അപ്പൊ നമ്മൾ 2 നിലക്ക് ചിന്തിക്കും. ഒന്ന് വിളിക്കുന്നതോ മാനസികണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വാഭാവികമായിട്ടും സർക്കാർ ടെസ്റ്റിനെ കാണിക്കും, ഒരു മാനസിക രോഗിയെ കാണിക്കും. സ്വാഭാവികമാണ്. അയാൾ നോക്കി എല്ലായിട്ടും അയാൾ പറയണത് ഇതിങ്ങനെ ചികിത്സിച്ചാൽ മാറുന്ന ഒരു രോഗമല്ല, നിങ്ങൾക്ക് മതപരമായ എന്തെങ്കിലും ചികിത്സ ഇതിലുണ്ടെ അത് ചെയ്തോളി എന്ന് അയാൾ പറയും. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് 2 വഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് റുഖിയ ശിർകിയ. KNM പറയുന്നത് റുഖിയ ശിർകിയയിലേക്ക് പോയി കൊള്ളിനാണ്. അവര് പരസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നല്ല പറയുന്നത്, അവരെ പ്രവർത്തനം അവിടെ എത്തിക്കണേ. കാരണം എന്താ? എവിടെങ്കിലും ഒരാൾ നബി പഠിപ്പിച്ച ചികിത്സ ചെയ്താൽ ഓൻ മുശ്രിക്കായി, ഓൻ ഇറാനിൽ ചെയ്യുന്ന ചികിത്സക്കാരനായി, ഓൻ ബിസിനസ്സുകാരനായി, ഓൻ പൈസ ഉണ്ടാക്കുന്നവനായി, ഓൻ തിന്മ ചെയ്തവനായി, അതിനെ പരിഹസിക്കലായി, അപഹസിക്കലായി, കളിയാക്കലായി, ക്ലിനിക്ക് തുടങ്ങിയതായി, പല കോലത്തിലുള്ള വിമർശനങ്ങളുമായി. അവിടെ വളരെ പ്രധാനമായ 2 പോയിന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കാം. ഒന്ന്, അബ്ദുൽ മജീദ് സലാഹി ഇതിനെ ജിന്നിനെ ഭൗതികാക്കുന്നത്, ജിന്നിനെ ഭൗതികാക്കുന്ന ജിന്ന് ചികിത്സ തുടങ്ങാനാണ്, തെറാപ്പി തുടങ്ങാനാണ്, ഹദീസ് തെറാപ്പി തുടങ്ങാനാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന ഒരു ക്ലിപ്പിംഗ് കേട്ടോളൂ. ബാക്കി ജിന്ന് ഭൗതിക ജീവിയാണ് എന്ന് പറഞ്ഞാൽ എന്താ ഗുണം ഉണ്ടാവുക? എന്താ ഗുണം? ആ ഗുണമുണ്ടാകുന്നത് ഇവിടെ കൗൺസിലിംഗ് നടത്തുന്ന, ജിന്ന് ചികിത്സ നടത്തുന്ന, ഖുർആൻ തെറാപ്പി എന്ന് പേരിട്ടുകൊണ്ട് അടിച്ചികിത്സ നടത്തുന്ന, ഹദീസ് തെറാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടിയിറക്കൽ ചികിത്സ നടത്തുന്ന ഈ ജിന്ന് ചികിത്സകന്മാരുണ്ടല്ലോ, അവർക്കാണ് സക്കരിയ സ്വലാഹി നിങ്ങൾ
ഇവിടെ തെളിവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ജിന്ന് കൂടിയ മനുഷ്യന്മാരെ കൊണ്ടുപോകും. അങ്ങനെ ജിന്ന് കൂടിയ മനുഷ്യനോട് ഈ ജിന്നിറക്കുന്ന ചങ്ങാതിക്ക് ചില ചോദ്യങ്ങളുണ്ട്. എങ്ങനെയാണ് കയറിയത്, ഇത് മുസ്ലിമാണോ അല്ലേ, എന്തൊക്കെയാണ് എന്റെ പരിപാടി എന്നൊക്കെ ജിന്നിനോട് സംസാരിക്കാൻ ഒരു തെളിവ് വേണ്ടേ, ജിന്നിനോട് പറയാനൊരു തെളിവ് വേണ്ടേ? ആ തെളിവാണ് എന്റെ ബഹുമാനായ സക്കരിയ സലാഹി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജിന്നിറക്കൽ ചികിത്സയെ ന്യായീകരിക്കേണ്ടി വന്നത്, ജിന്നിറക്കൽ കേന്ദ്രത്തിലേക്ക് ആളുകളെ അങ്ങ് റെഫർ ചെയ്യേണ്ടി വന്നത്. നിങ്ങൾക്കറിയുമോ, കേരളത്തിലെ മുജാഹിദുകളെ അങ്ങേയറ്റം വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ജിന്നിറക്കൽ ടീമും അതുപോലെ കൗൺസിലിംഗും ടീമും. ഓരോ മുറിമല്ലമാര്, മുറി വൈദ്യന്മാര് ഓരോ സ്ഥലത്ത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ കേന്ദ്രങ്ങൾ തുടങ്ങിയിരിക്കുക. എന്നിട്ട് കണ്ട ആണും പെണ്ണൊക്കെ കയറി ഇറങ്ങുക. എന്നിട്ട് അവരുടെ വൈവാഹിക രഹസ്യങ്ങൾ കേട്ട് ആസ്വദിക്കുന്ന ഇത്തരം മുറിമല്ലമാരുണ്ട്. അങ്ങ് തിരൂരങ്ങാടി ഒരു മൊല്ലയുണ്ട്, അങ്ങ് പകരയൊരു മദനിയുണ്ട്. ഇവരൊക്കെ കൗൺസിലിംഗ് നടത്തുന്നു. എന്തിന്റെ പേരിലാണ് ഈ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ജിന്ന് ചികിത്സ എന്ന പേരിൽ, ഖുർആൻ തെറാപ്പി എന്ന് പേരിട്ടുകൊണ്ട്, ഹദീസ് തെറാപ്പി എന്ന് പേരിട്ടുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്യ പെണ്ണിനെ ഒറ്റക്ക് ഇന്റർവ്യൂ ചെയ്യാനും കൗൺസിലിംഗ് നടത്താനും ആരാണോ നിങ്ങൾക്ക് തെളിവ് നൽകിയിരിക്കുന്നത്? എന്ത് സലഫിയത്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഇത്തരം കേന്ദ്രങ്ങളാണ് കേരളത്തിന്റെ നവോത്ഥാനത്തെ അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് പെരിന്തൽമണ്ണയിലും തലശ്ശേരിയിലും കാസർഗോഡും അതുപോലെ തിരൂർക്കാടുമെല്ലാമുള്ള അത്തരം കൗൺസിലിംഗ് സെന്ററുകൾ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെയും നവോത്ഥാന പ്രസ്ഥാനത്തെയും അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുജാഹിദുകൾക്ക് അത് കണ്ടിരിക്കാൻ കഴിയുകയില്ല. അത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരെയും അങ്ങോട്ട് അയക്കുന്നവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ അടങ്ങിയിരിക്കുകയുള്ളൂ. തൗഹീദിൽ നിന്ന് മനുഷ്യർ വ്യതിചലിക്കുന്ന ക്ഷുദ്രമായ ചികിത്സയിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്ന ജിന്നിന്റെയും സിഹറിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസങ്ങളുടെയും കാട്ടാളത്തങ്ങളുടെയും ആ ഇരുട്ടറകളിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്ന ഇത്തരം കോമരങ്ങൾക്ക് കടിഞ്ഞാണിട്ടെങ്കിൽ മാത്രമേ നമ്മുടെ കേരളക്കര നന്നാവൂ. അതുകൊണ്ട് റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മജീദ് സ്വലാഹിന്റെ ജീവിതത്തിലെ സമസ്തക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓനാ പറഞ്ഞതൊക്കെ ജീവിതത്തിലും സമസ്തനെ എതിർത്തിട്ടുണ്ടോ? ആലോചിക്കേണ്ട പോയിന്റാണ്. എല്ലാവരും ഇത് വർഷങ്ങളായി ഒരു നൂറ്റാണ്ട് കാലം മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ സ്ഥിതി ചെയ്ത കാലത്തൊക്കെ സമസ്തക്കാർ ചെയ്തിട്ടുണ്ട്. മജീദ് സ്വലാഹി അതിനെതിരെ പ്രസംഗിക്കുന്ന ഒരു കേസിട്ടുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഇത് ചെയ്യുന്ന ആളുകൾ, ഓൻ ഈ പറഞ്ഞതെല്ലാം ചെയ്യുന്ന ആളുകൾ, അന്യ സ്ത്രീകളെ ഒറ്റക്കിരിക്കാൻ ഞങ്ങളാരും പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല ജിന്ന് ഭൗതികാണ് എന്ന് പറയുന്നത് ആർക്കാ നേട്ടമുണ്ടാക്കുക? അനസ് മൗലവിക്ക്, അനസിന്. കാരണം ജിന്ന് ഭൗതികാന്ന് ഏറ്റവും ഉറപ്പിച്ച് സ്ഥാപിച്ച ആളാരാ? അനസ്. ഓൻ ചോദിച്ച ചോദ്യം എന്താ? മജീദ് സ്വലാഹി എന്ന ഡോക്ടർ സ്വലാഹി, മൂപ്പർക്ക് ഒരു പുതിയ പേരും കൂടി അതിന്റെ നാവുകൊണ്ട് ഞാൻ പറയില്ല. മൂപ്പരിപ്പോ വളരെ നമ്മുടെ വൈകാരികമായി പറഞ്ഞല്ലോ, കടപ്പുറത്ത് മൂപ്പര് ചെയ്ത പ്രസംഗമുണ്ട്. മൂപ്പരിപ്പോ വലിയൊരു സപ്ലൈയിലാണ് ഏതൊരു സംഗതി. മനസ്സിലായോ സുഹൃത്തുക്കളെ? വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ജിന്ന് ഭൗതികാണെന്ന് പറഞ്ഞാൽ അത് ജിന്ന് ചികിത്സക്കും പണം ഉണ്ടാക്കാനും ആർക്കതിന്റെ ലാഭം അനസിനായിരിക്കും. കേട്ടോളൂ നിങ്ങൾ അനസ് പറയുന്നത്. സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, വൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ. എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദുകൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്, ആരെങ്കിലും ചപ്ലാച്ചി ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാതിക്കണം എന്തിനാ? എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ച് പഠിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടുനടക്കണം കണ്ടപ്പോ കൊള്ളാലോ അത്, നമുക്കും പറ്റില്ല, നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാല്ലാ കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ തന്നെ പറയുന്നുണ്ട് പെട്ടത് അല്ലേ. ചാത്തൻ പോത്തൻ കുറിഞ്ചാത്തന്മാർ തെക്ക് വടക്കോട്ടോടുകയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കുറെ ചാത്തന്മാരും പോത്തന്മാരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ ചടഞ്ഞതും കൊണ്ട് ഓടി നോക്കി. എന്നിട്ട് ഒന്നും സംഭവിച്ചോ? വല്ലതും സംഭവിച്ചോ? കേരളത്തിൽ വല്ലതും സംഭവിച്ചോ? കുറെ ചാത്തന്മാർ റോഡിലൂടെ ഓടി എന്നല്ലാതെ. അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് വാരി അണ്ണാക്കിലിടാൻ ശ്രമിക്കരുതേ പൈസി എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത് അല്ലേ. കുറെ ഓടിയതല്ലേ ഇതൊക്കെ? ഇവിടെ ഇതൊന്നും പുതിയല്ലോ, പുതിയതായിട്ട് അവതരിച്ച പുതിയ ചിഹ്നമല്ലല്ലോ, നേരെ മറിച്ച് പുതിയതല്ല, പഴയതാ. ഇതിനൊക്കെ കൃത്യമായി വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനം മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, മജീദ് സ്വലാഹിനോട് ഒരു ചോദ്യം, എന്തിനാ ഈ ചപ്പടാച്ചി ചപ്പിട്? കാരണം മുജാഹിദുകളിലെ പ്രഗത്ഭരായ 3 പണ്ഡിതന്മാർ പണ്ടേ എന്താ പറഞ്ഞത്? മലക്കും ജിന്നും ഭൗതികമാണ്. ജിന്ന് എന്ത് ചെയ്താലും ജിന്ന് എന്ത് പ്രവർത്തിച്ചാലും അത് ഭൗതികാണ് എന്ന് പറഞ്ഞ അനസിനായിരിക്കും ലാഭം. അനസ് എന്ന് പറയണെന്ത്? മുജാഹിദുകളുടെ 3 പ്രഗത്ഭരായ പണ്ഡിതന്മാർ. ഞാൻ ചോദിക്കുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ ഒന്ന്, ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയ ഒന്ന്, സലാം സുല്ലമിയ ഒന്ന്, ഒന്നിച്ചിരുന്ന കാലത്തെ പറ്റിയാ പറയുന്നത്. ആ കാലത്ത് ജിന്നും മലക്കും ഭൗതികമാണ്, അഭൗതികമല്ല എന്ന് എഴുതുകയും അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഭൗതികമാണ് എന്ന് പറയുകയും ചെയ്ത ഇവർക്കെതിരെ മജീദ് സ്വലാഹിയുടെ ശബ്ദം കേട്ടില്ലേ? ജിന്ന് ഭൗതികാണ്. അപ്പൊ ഉസ്മാൻ സാഹിബിനോ? അവരൊക്കെ മജീദ് സ്വലാഹി പറഞ്ഞ വൃത്തികെട്ടവരായിരുന്നോ?
മുഖത്ത് നോക്കാൻ പറ്റാത്തവരായിരുന്നോ? നിങ്ങൾ ചില്ലറ തിന്മയല്ല നിങ്ങൾ കേരളക്കരയിൽ ചെയ്തു. ജിന്നും മലക്കും ഭൗതികാണെന്ന് പറയുന്നത് കാശുണ്ടാക്കാനോ ചികിത്സ നടത്താനോ അല്ല. അതൊരു ട്രൂത്ത് പറഞ്ഞതാണ്, അതൊരു സത്യം പറഞ്ഞതാണ്. മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും നാട് പറഞ്ഞ് അതിനെതിരെ പറഞ്ഞ് സലാം സുല്ലമിയ. അയാളെ ഏറ്റുപിടിച്ച തോന്നിയാസം ഏറ്റുപിടിക്കാം മജീദ് സുലൈക്ക് ആഖിറത്തിൽ വിശ്വാസമില്ലെങ്കിൽ. വിരോധമൊന്നുമില്ല, അതിന് വിരോധമൊന്നുമില്ല. ഇവിടെ പലയിടത്തും ക്ലിനിക്ക് തുടങ്ങി. ഇവരുടെ കടപ്പുറം സമ്മേളനത്തിൽ ഇറക്കിയ ഒരു കിതാബാണ് KC മുഹമ്മദ് മൗലവി മാറഞ്ചേരി. ഇരുളിന്റെ ഇന്നലകളും ഇസ്ലാഹി പ്രസ്ഥാനം KC മുഹമ്മദ് മൗലവി മാറഞ്ചേരി KNM പബ്ലിസിറ്റി വിഭാഗം പ്രസിദ്ധീകരിച്ച്. ഇതിലെ നുണ കേൾക്കണ്ടേ? ഇവരിതൊക്കെ ഊഹ, തെളിവൊന്നല്ല. ആരുണ്ടോ അങ്ങനെ അറിയില്ല. ഒരാളെടുത്ത് ചെന്നാൽ അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പൊ മജീദ് സുലൈഹിനോട് ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ചെറിയ കുട്ടികളെ വരെ ജിന്നിന് കൊടുത്ത കൈവന്ന് ചോദിക്കാന്ന് പറയുന്നുണ്ട്, നിങ്ങളൊരു ക്ലിപ്പിംഗ് ഉണ്ട്. ആര് ഉരുണ്ട് കളിക്കുക പറയാനല്ല. 4 ആളെ കാണുമ്പോ മൈക്കിന്റെ ഒച്ചയിൽ ചപ്പടാച്ചി നല്ല ഭാഷയിൽ പറഞ്ഞു പോയാൽ ആഹാരം കട്ടപ്പുകയാവും. പടച്ചോനെ പേടിക്കണം. ഇപ്പൊ കണ്ടെങ്കിൽ വളരെ ആധികാരികമായി KNM പ്രസിദ്ധീകരണം ഇറക്കിയ KC നുണ പറയാൻ കേട്ടോളൂ നിങ്ങൾ. വസ്തുതകൾ ഇങ്ങനെയെല്ലാം ആയിരിക്കെ ഇപ്പോഴിതാ നമ്മുടെ ചില യുവപണ്ഡിതന്മാർ ഖുർആൻ തെറാപ്പി, ഇലാജ് തെറാപ്പി, CD തെറാപ്പി എന്നൊക്കെ പേരിട്ടുകൊണ്ട് ചില ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയതായി കേൾക്കുന്നു. കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ കേൾക്കല. അവിടെ ഇങ്ങനെ ഉണ്ട് പറയണേ, അവിടെ ഇങ്ങനെ ഉണ്ട് അറിയണേ. ഇങ്ങനെ പറഞ്ഞിട്ടാണോ ഒരു പ്രസ്ഥാനത്തെ പിളർക്കേണ്ടത്? ആണോ? മാത്രമല്ല ഓഫീസ് തുറന്നതാ ആരും കണ്ടിട്ടില്ല. ഇനി ഓഫീസിന്റെ ചുമരും ചിഹ്നനെ കൊണ്ടുണ്ടാക്കി, ഓഫീസിന്റെ ചുമരും ചിഹ്നനെ കൊണ്ടാ നബിനെ കാണൂലായിരിക്കുക. ഈ ജാതി പച്ച നുണ. മാത്രമല്ല എങ്ങനെ നുണ പറയുന്ന ഈ പുസ്തകമൊക്കെ പ്രസിദ്ധീകരിച്ച് ഇന്ന് കായ് കിട്ടുമല്ലോ കേസ്. അതുകൊണ്ട് തിന്നാ ഹറാമാണ്, നരകാഗ്നിയാണ് വയറ്റിൽ നടക്കുന്നത്. ഈ തിന്മയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. KM മൗലവിയുടെ ഫത്വകൾ, കേരള നദുവത്തുൽ മുജാഹിദിന്റെ മുൻ പ്രസിഡന്റ് KM മൗലവിയുടെ ഫത്വ യുവത പ്രസിദ്ധീകരിച്ചതാ. ഇതിന്റെ 18ാമത്തെ പേജിൽ ഇതല്ലാത്തൊന്നും ഞങ്ങൾ പറയണില്ല. ഇതിന്റെ 18ാമത്തെ പേജിൽ പറയുന്നത് എന്താ? നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എന്താ ഞങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ പേരിൽ ഇവർ ആരോപിക്കുന്നത് എന്താ? എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അല്ലാഹുവിന്റെ നാമഗുണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് മേൽ പറഞ്ഞ അവസരങ്ങളിൽ മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല. അപ്പൊ ജിന്ന് ബാധയുണ്ട്, സീർ ബാധയുണ്ട്, ആ സമയത്ത് ഒരു പ്രത്യേക ചികിത്സ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. റുഖിയ ശറിയ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രാർത്ഥനയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങളെ അല്ല. കാരണം എന്തറിയോ? നമ്മള് നന്ദിയുള്ള എനിക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് സുഖമില്ലാന്ന് ഞാൻ പുത്തനത്താണിയിൽ നിന്ന് കേട്ടാൽ പടച്ചോനെ അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കണേ, ഷിഫയാക്കി കൊടുക്കണേ, എനിക്ക് അവിടുന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ പിശാച് ബാധ ഉണ്ട് പറഞ്ഞാൽ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഞാൻ അയാളെ എടുത്ത് വരണം, എന്നിട്ട് ഞാൻ റുഖിയ ശറിയ ചെയ്യണം, എന്നിട്ട് ഞാൻ അയാളുടെ സാന്നിധ്യത്തിൽ ഉണ്ടാവണം, അവിടെ ചെന്നിട്ട് ചെയ്യണം. അതാണ് റുഖിയ ശറിയന്റെ പ്രത്യേകത. റുഖിയ ശറിയ എവിടെ നിന്ന്? നിങ്ങൾക്കറിയാലോ, ഹദീസുകളിൽ വളരെ കൃത്യമായി വന്ന കുറെ കാര്യങ്ങളുണ്ട്. കുറെ കാര്യങ്ങൾ അതൊക്കെ റുഖിയ ശറിയ ചെയ്തതൊക്കെ ആ രോഗിയുടെ സാന്നിധ്യത്തിലാണ്. അല്ലാതെ ഒരു രോഗിക്കുള്ള പ്രാർത്ഥന എവിടെ വെച്ചു ആവാം? റുഖിയ ശറിയയുടെ സാന്നിധ്യത്തിലാവണം. അതാണ് ഇസ്ലാമിന്റെ ആ കാര്യത്തിലെ. ഇപ്പൊ സാധാരണഗതിയിൽ നിങ്ങൾക്കറിയില്ല, നമ്മൾ അല്ലാത്ത നിലക്ക് പ്രാർത്ഥിക്കാറുണ്ട്. രോഗം വരാതിരിക്കാനും അല്ലാത്ത കാര്യത്തിലും മുഅവ്വിദത്താനിയും ഒക്കെ നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ് റുഖിയ ശറിയ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അത് തന്നെയാണ് റുഖിയ ശറിയ എന്ന് പറയുന്നത്. ശരിയല്ല. ഇതുപോലെ ഒരു ഇടവഴിയിലൂടെ നടന്നു പോകുന്ന മകന്റെ കയ്യിൽ ബാപ്പ സ്ഥിരമായി ടോർച്ച് കൊടുത്തു. മോനെ, മൂർഖം പാമ്പ് ഉണ്ടാകുന്ന ഏരിയയാണ്, ടോർച്ച് ഉപയോഗിക്കണം, ശ്രദ്ധിക്കണം, പാമ്പ് കടിക്കാതിരിക്കാൻ. ടോർച്ച് കൊടുത്തു. അങ്ങനെ ആ മകൻ എല്ലാ ദിവസവും ആ ടോർച്ച് ഉപയോഗിച്ചു. എന്നില്ല, എല്ലാ ദിവസവും ഇട്ടു. എന്നാലും ടോർച്ച് ഉണ്ടായിട്ട് അവനെ പാമ്പ് കടിച്ചു. ഏതെങ്കിലും ഒരു ബാപ്പ പറയൂ, ഏതെങ്കിലും ഒരു നിനക്ക് ഞാൻ ടോർച്ച് തന്നിരുന്നില്ലേ? പാമ്പ് കടിക്കാതിരിക്കാനല്ലേ, ശ്രദ്ധിക്കാനല്ലേ ടോർച്ച് തന്നത്? അതുകൊണ്ട് പാമ്പ് കടിയേറ്റാലും ടോർച്ച് തന്നെ മതി എന്ന് ആരെങ്കിലും പറയുമോ? അപ്പൊ എന്ത് പറയും? ടോർച്ച് ഉണ്ടായിട്ടും പാമ്പ് കടിച്ചു, ഇത് കൃന്തൊക്കെ ഉണ്ടായിട്ടും ജിന്നുബാധ ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴും ടോർച്ച് അടിക്കല ചികിത്സ. അപ്പൊ അതിനനുസരിച്ച് ബാധിച്ചാ ചെയ്യേണ്ട ചികിത്സ വേറെ, ബാധിക്കാതിരിക്കാൻ ചെയ്യേണ്ട ചികിത്സ വേറെ. ഇത് രണ്ടും കൂട്ടിക്കൊഴിച്ചിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദിക്റുകളും ദുആകളൊക്കെ ചെല്ലുന്നത് എന്തിനാ? ഇതൊന്നും ഉണ്ടാകാതിരിക്കാനാണ്. എന്നിട്ട് ഒരാൾക്ക് ഉണ്ടായാ പിന്നെ ആ ദിക്ർ തന്നെയാ? അല്ല, പിന്നെ അത് ഉണ്ടായത് ഒഴിവാക്കാനുള്ള ചികിത്സയാണ്. അത് നിങ്ങൾക്ക് എന്ത് പറയാണ്ടെന്നാ ഞങ്ങൾ ചോദിക്കാറുണ്ട്. വർഷങ്ങളായി നിങ്ങൾ തിരിച്ചു മടവൂരിയോളം ചോദിച്ചല്ലോ. അപ്പൊ നിങ്ങൾ ഒന്നിച്ചു ചേർന്നു. അരീക്കോട് TP അതുപോലെ CP ഒക്കെ ഒന്നിച്ചിരുന്നു.